സൗരയൂഥത്തെയും അതിൻ്റെ പുറത്തുള്ള സ്പേസിനെയും പറ്റി പഠിക്കാനായി 1977 നാസ 2 ബഹിരാകാശ പേടകങ്ങൾ അയച്ചു. വോയേജർ 2 ആൻഡ് വോയേജർ 1 എന്നാണ് ഈ ബഹിരാകാശ പേടകങ്ങളുടെ പേര്. നീണ്ട 45 വർഷങ്ങളായി ഇൻഡർസ്റ്റെല്ലാർ സ്പേസിലൂടെ എങ്ങോട്ടില്ലാത്ത യാത്രയിലാണ് ഈ 2 പേടകങ്ങളും. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് വോയേജർ 2 ആൻഡ് വോയേജർ 1 മാത്രമാണ്. ഈ 45 വർഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഭൂമി ഒരുപാട് മാറി. ടെക്നോളജി മാറി, മനുഷ്യർ മാറി, അങ്ങനെ എന്തെല്ലാം മാറി മറിഞ്ഞു. അപ്പോഴും 23 ബില്യൺ കിലോമീറ്റർ, ഏകദേശം 2300 കോടി കിലോമീറ്ററായി ഇപ്പോഴും വോയേജറിൽ നിന്നുള്ള സന്ദേശങ്ങൾ നാസയ്ക്ക് ലഭിക്കുന്നുണ്ട്. എന്താല്ലേ, കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ച ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ, യുറാനസ്, സാറ്റേൺ എന്നീ ഗ്രഹങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ചിത്രങ്ങൾ പകർത്തിയത് ഈ വോയേജർ സഹോദരങ്ങളാണ്. 1960കളിലാണ് സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ഒരു ബഹിരാകാശ പര്യടനം നടത്തണം എന്ന ആശയം നാസ മുന്നോട്ട് വെക്കുന്നത്. അതിന് 1970കളിൽ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അന്ന് നവീനമായിരുന്ന ഗുരുത്വാകർഷണ സഹായ സാങ്കേതിക വിദ്യയുടെ അഥവാ ഗ്രാവിറ്റി അസിസ്റ്റിന്റെ ഉപയോഗം വഴി ഒരു ശൂന്യാകാശ പേടകത്തെ സൗരയൂഥത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ എത്തിക്കാമെന്ന് നാസ കണക്കുകൂട്ടി. ഇതിനനുകൂലമാകുന്ന തരത്തിൽ ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ, യുറാനസ്, സാറ്റേൺ എന്നീ ഗ്രഹങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്ത് സമയം നോക്കിയായിരുന്നു നാസ ഈ പേടകങ്ങൾ വിക്ഷേപിച്ചത്. ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗപ്പെടുത്തുക വഴി ഒരു പേടകത്തിന് ഏറ്റവും കുറച്ച് ഇന്ധനം ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ 4 വാതക ഭീമൻ ഗ്രഹങ്ങളായ ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ, യുറാനസ്, സാറ്റേൺ എന്നിവ സന്ദർശിക്കാൻ സാധിക്കുമായിരുന്നു. അന്യഗ്രഹ ജീവികൾ എന്തെങ്കിലും കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ 2 വോയേജർ പേടകങ്ങളിലും ഓരോ ഗോൾഡൻ റെക്കോർഡ്സ് അഥവാ സ്വർണ്ണ ഫലകങ്ങൾ വീതം ഘടിപ്പിച്ചിരുന്നു. 2 റെക്കോർഡ്സിലും ഭൂമിയുടെ ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. ഭൂമിയുടെ ചിത്രങ്ങൾക്ക് പുറമെ അതിലെ ജീവിവർഗങ്ങൾ, ശാസ്ത്ര നിരീക്ഷണങ്ങൾ, പലതരം സംഭാഷണങ്ങൾ, പലതരം ഭാഷകൾ, തിമിംഗലങ്ങളുടെ ശബ്ദം, മനുഷ്യക്കുഞ്ഞിൻ്റെ കരച്ചിൽ, തിരമാലകളുടെ ആരവം, പലതരം സംഗീതങ്ങൾ തുടങ്ങി ഭൂമിയിൽ നിന്നുള്ള നാനാവിധമായ ശബ്ദങ്ങൾ എന്നിവയും ഈ സുവർണ റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സൗരയൂഥത്തിന്റെ വെളിയിലേക്ക് പോകുന്നതിന് മുന്നേ നാസ വോയേജറിലേക്ക് ഒരു റിക്വസ്റ്റ് വിട്ടു. അവസാനമായി ഭൂമിയുടെ നേരെ തിരിഞ്ഞ് ഒരു ചിത്രം എടുത്തയക്കാൻ. അങ്ങനെ 1990 ഫെബ്രുവരി 14 6 ബില്യൺ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വോയേജർ നമ്മുടെ ഭൂമിയുടെ ഒരു ചിത്രം എടുത്തയച്ചു. പെയിൽ ബ്ലൂ ഡോട്ട് എന്നാണ് ഈ ചിത്രം അറിയപ്പെടുന്നത്. കടുകുമണിയുടെ വലിപ്പം പോലുമില്ലാത്ത ഈ ഒരു കുഞ്ഞു ഭൂമിയിലാണ് ഞാനും നിങ്ങളും ഈ സർവ്വജീവജാലങ്ങളും വസിക്കുന്നത്. എന്തായാലും കൂടുതൽ കണ്ടെത്തലുകൾക്കായി വോയേജർ സഹോദരങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2 വോയേജറുകളും കുറഞ്ഞത് 2025 വരെയെങ്കിലും പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കും ആ പ്രതീക്ഷ കൈവിടാതെ സൂക്ഷിക്കാം.